4:35 ഓടുക വണ്ടി. 4:35 ഓടിയില്ലെങ്കിൽ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടൊരു സമരമൊക്കെ ആണെങ്കിൽ ഇവിടെ വെക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ എടുത്ത് പോകണം. സമരമല്ലേ അടുത്ത 10 കൊല്ലം ഇവിടെ പോകാൻ പറ്റില്ല. ഇവിടെ പോകാൻ പറ്റില്ല. ഇവിടെ വണ്ടി ഓടുന്നുണ്ട് ഇവിടെ വെക്കാം. വണ്ടി എടുത്ത് പോയി കേട്ടോ. ചരക്ക് ലോറികൾ വഴിയിൽ കുടുങ്ങിയതോടെ ദേശീയപാതയിൽ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്ക് പിന്നിടുമ്പോൾ ബസ്സുകളും സർവീസ് നിർത്തിയിരിക്കുകയാണ്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇപ്പോൾ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. ഇതോടെ യാത്രക്കാരും ദുരിതത്തിലാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ദേശീയപാതയിൽ ചോറോഡിനും കൈനാട്ടിക്കും ഇടയിൽ 2 ചരക്ക് ലോറികളാണ് രാവിലെ വഴിയിൽ കുടുങ്ങിയത്. ഇതിൽ ഒരു ലോറി മാറ്റിയിട്ടുണ്ടെങ്കിലും ഒരു ലോറി ഇപ്പോഴും കുടുങ്ങി തന്നെ കിടക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിന്റെ തകരാർ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഇതോടെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഗതാഗതക്കുരുക്ക് ദേശീയപാതയിൽ ഇപ്പോഴും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തുടരുന്ന സാഹചര്യമാണുള്ളത്. യാത്രക്കാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ സ്കൂളിലേക്ക് പോകുന്നവരോ ഓഫീസ് ജോലിക്കാരുൾപ്പെടെ പ്രയാസത്തിലായി. പലരും ഏറെ ദൂരം നടന്നു പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇതിനു പിന്നാലെയാണ് ബസ്സുകളും സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. വടകര തൊട്ടിൽപ്പാലം, വടകര തലശ്ശേരി റൂട്ടുകളിലേക്കുള്ള ബസ്സുകളാണ് സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. ചുരുക്കം ചില ബസ്സുകൾ അതേസമയം സർവീസ് നടത്തുന്നുമുണ്ട്. അതായത് തൊട്ടിൽപ്പാലത്ത് നിന്നും തലശ്ശേരിയിൽ നിന്നും പുറപ്പെടുന്ന ബസ്സുകൾ സ്റ്റാൻഡിലെത്തി യാത്രക്കാരെ ഇറക്കിയ ശേഷം പിന്നീട് സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യമാണ്. ബ്ലോക്ക് കാരണം സർവീസുകൾ കിട്ടുന്നില്ല, ഭക്ഷണം കഴിക്കാനാകുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സർവീസ് നടത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഈ ഒരു സർവീസ് നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയതോടുകൂടി തന്നെ എല്ലാ ദിവസവും വടകര ഭാഗത്ത് ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റോഡുകളുടെ സ്ഥിതിയാണ് ഇതിന് പ്രധാന കാരണം. റോഡുകളെല്ലാം കുഴികൾ നിറഞ്ഞ സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. മഴ തുടങ്ങിയതോടെ ഈ ഒരു സാഹചര്യം കൂടുതൽ രൂക്ഷമായിട്ടുണ്ട്. കുഴികളിൽ വെള്ളം നിറഞ്ഞ അപകടങ്ങളും പതിവായിട്ടുണ്ട്. ഇത്തരത്തിലാണ് ഇന്ന് ലോറിയും വഴിയിൽ കുടുങ്ങിയിട്ടുള്ളത്. ഇതോടുകൂടി മണിക്കൂറുകളോളം ഗതാഗതം നിലയ്ക്കുന്ന സാഹചര്യമാണുള്ളത്. ഇതിനാൽ തന്നെയാണ് ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. അതേസമയം ബസ് ജീവനക്കാർ പറയുന്നത് ഇതൊരു പണിമുടക്കല്ല, ഒരു പ്രതിഷേധമോ ഒന്നുമല്ല, പക്ഷേ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്നാണ്. 6 മണിക്കുൾപ്പെടെ തൊട്ടിൽപ്പാലത്ത് നിന്നും വളയത്തു നിന്നെല്ലാം ഉൾപ്പെടെ പുറപ്പെട്ട ബസ്സുകൾ ഇവിടെ 10 മണി കഴിഞ്ഞിട്ട്, അതായത് 4 മണിക്കൂറോളം സമയമെടുത്താണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു ഭക്ഷണം കഴിക്കാനോ വിശ്രമമുറിയിൽ പോകാനോ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ തങ്ങൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ നിർത്തിവെക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാലും പെട്ടെന്ന് ഇത്തരത്തിൽ സർവീസ് നിർത്തിയതോടെ യാത്രക്കാരും പ്രയാസത്തിലായിട്ടുണ്ട്. ആളുകളെല്ലാം ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ, ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ. ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം, ക്യാമ്പസ് ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്. ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ. വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര, മത്തത്ത് പ്ലാസ ബിൽഡിംഗ്, പൈപ്പ് ലൈൻ റോഡ്, കല്ലാച്ചി.